ഹായ് ഹലോ ഫാമിലി ടേൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് മുടി കൊഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ പുതിയൊരു മുടി നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എണ്ണയാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ഒരു 3 സ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 5 നമ്മുടെ ചെമ്പരത്തിപ്പൂവ്, നമ്മുടെ റെഡ് ചെമ്പരത്തിപ്പൂവ്, നല്ല വിരിഞ്ഞ ചെമ്പരത്തിപ്പൂവ് നമ്മളതിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് അതിൻ്റെ സൈഡിലൊക്കെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു തണ്ട് വലിയ കറ്റാർവാഴ, അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു 7-8 തണ്ട് കറിവേപ്പില. അപ്പോൾ കറിവേപ്പില നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് കഴുകുക, അതായത് അതിൽ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ എൻ്റെ ഒരു വലിയ ജാറായതുകൊണ്ട് തന്നെ ഈ ഒരു പരുവത്തിലാണ് അരഞ്ഞു കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നൈസാക്കി നമുക്ക് അരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക. പിന്നെ ഞാൻ 500 മില്ലി വെളിച്ചെണ്ണയാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എണ്ണയിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അടുപ്പത്ത് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം നമ്മളിത് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാതും അരപ്പൊക്കെ അതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു സ്പൂണോ അല്ലെങ്കിൽ കറിവേപ്പിലയുടെ തണ്ടോ ഉപയോഗിച്ച് നമുക്കിത് നന്നായിട്ട് ഇതിലേക്കൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എല്ലാതും ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ഈ ഒരു പാത്രമാണ്, നന്നായിട്ട് കനമുള്ള പാത്രം എടുക്കുക. അതുപോലെ തന്നെ ചെറിയ തീയിൽ മാത്രം എണ്ണ കാച്ചാനായിട്ട് വയ്ക്കുക. അപ്പോൾ അതിങ്ങനെ ഓരോ സമയം കഴിയുമ്പോഴേക്കും അതിൻ്റെ ബബിൾസ് ഇങ്ങനെ വരാൻ തുടങ്ങും. ഈ ഒരു ബബിൾസൊക്കെ വന്ന് അങ്ങനെ നമ്മൾ സാധാരണ തിളയ്ക്കുന്നത് പോലെ ആകുമ്പോഴാണ് നമ്മളത് ഓഫാക്കേണ്ടത്. അപ്പോൾ ഇത് 500 മില്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നത് ആയി കിട്ടും. പിന്നെ ഇങ്ങനെ ബബിൾസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കറിവേപ്പില തണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പോ എന്തുകൊണ്ടെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോഴുള്ളൂ ആ ഒരു അരപ്പ് എല്ലായിടത്തും എല്ലാ സൈഡിലേക്കും എത്തുള്ളൂ. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. തീ ഒരു സമയത്തും കൂട്ടി വയ്ക്കേണ്ട ആവശ്യമില്ല, എല്ലാ സമയത്തും തീ കുറഞ്ഞ് തന്നെ വയ്ക്കുക. പിന്നെ ഇതിൻ്റെ എല്ലാ സൈഡിൽ നിന്നും ഇതുപോലെ ഓരോ ടൈമിലിങ്ങനെ ബബിൾസ് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഏതാണ്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ഒരു അവസ്ഥയാവും. അതായത് കുറച്ച് എണ്ണയുള്ളത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് നമുക്ക് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ടൈം ആകുമ്പോൾ ഇത് ഓഫാക്കുകയാണ്. കാരണം ഞാൻ അപ്പം തന്നെ ഇത് മാറ്റുന്നില്ല. അപ്പോൾ ആ പാത്രത്തിൻ്റെ ചൂടിലും ഇരുന്ന് കുറച്ച് നേരം കൂടി അതൊന്ന് വേവും. പിന്നെ ഒരിക്കലും നമ്മുടെ ഈ അരപ്പ് കരിഞ്ഞു പോകരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും. ഈ ഒരു പച്ച കളറിൽ തന്നെ നമ്മളത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇടയിലൊന്നും നമ്മുടെ കരിഞ്ഞിട്ടില്ല, ആ ഒരു കളറിൽ തന്നെയാണ്. എന്നാൽ മൂക്കും ചെയ്തിട്ടുണ്ടാവും, നമുക്കൊരു ബലം പിടിക്കുമ്പോൾ നമുക്ക് തോന്നും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഓഫാക്കി പിന്നെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്കൊരു സ്പൂൺ എന്തെങ്കിലും നമുക്കെടുത്ത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ഗ്രീൻ കളർ തന്നെ ആവും. അപ്പോൾ അത് ചെമ്പരത്തിപ്പൂവ് ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് ഒന്നും കൂടി ഇതിനേക്കാളും ഗ്രീൻ കളറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ലെവലിലെത്തുമ്പോൾ നമ്മളിത് ഓഫാക്കി പിന്നെ പാത്രമൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒരരിപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി അപ്പോൾ നന്നായിട്ട് സ്പൂൺ കൊണ്ട് എന്തുകൊണ്ടെങ്കിലും അമർത്തി കൊടുക്കുക. ഇനി തുണി കൊണ്ടാണെങ്കിൽ നന്നായിട്ട് പിഴിഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. പിന്നെ ഈ ലാസ്റ്റ് വന്നിട്ടുള്ള ചണ്ടി നമുക്ക് കളയേണ്ട ആവശ്യമില്ല. അത് 2-3 ദിവസം അത് പൂക്കുന്നത് വരെയൊക്കെ നമുക്ക് കയ്യിൽ തിരുമ്പി ആ ഒരു ദിവസം തേക്കാനുള്ള എണ്ണയൊക്കെ നമുക്കിന്ന് കിട്ടും. ഇങ്ങനെയാണിത് അരിച്ചെടുക്കുന്നത്. പിന്നെ ഇതൊരു
ബോട്ടിലേക്ക് മാറ്റുക, അടപ്പ് മുറുക്കുള്ളൊരു ബോട്ടിലേക്ക് മാറ്റി നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ചെയ്ത് നോക്കാം. നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ മുടി ഉണ്ടാവാനൊക്കെ വേണ്ടി നമുക്ക് നല്ലൊരു എണ്ണയാണ്. കുട്ടികൾക്കൊക്കെ സാധാരണ ഇവിടെ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പുതുതായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ദിവസം തേച്ച് നോക്കുക. കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക്